വൈദിക യാഗങ്ങളെ പോലെ താന്ത്രികങ്ങളായ ഹോമകുണ്ടങ്ങൾക്ക് അളവുണ്ട്, ആകൃതിയുണ്ട്. ഇപ്പൊ ഗരുഡനെ പോലെ വരുന്ന ശേനചിതി വൈദിക യാഗങ്ങളിൽ പ്രസക്തമാണ്. ഇനി എവിടെങ്കിലും യാഗം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പോയി കാണാവുന്നതാണ്, അങ്ങോട്ട് അടുത്തേക്ക് അടുപ്പിക്കില്ലെങ്കിലും. ശേനചിതി പോലെ താന്ത്രികമായ യാഗങ്ങൾക്ക് താന്ത്രികങ്ങളായ കുണ്ടങ്ങളുണ്ട്. ചതുരശ്ര കുണ്ടായിരിക്കും ഇപ്പൊ പൊതുവെ എല്ലാവരും കണ്ടിരിക്കുക, ചതുരാകൃതിയിലുള്ള ഹോമകുണ്ടം. ഈ ചതുരാകൃതി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആലില പോലെയുള്ള യോന്യാകൃതിയിലുള്ള കുണ്ടം, അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഹോമകുണ്ടം, ത്രികോണാകൃതിയിലുള്ള ഹോമകുണ്ടം, 6 കോണുള്ള ഷൽക്കോണകുണ്ടം, അഷ്ടദളം 8 ദളമായിട്ടുള്ള ഒരു താമരയുടെ ദളം പോലുള്ളതായ ഹോമകുണ്ടം, അഷ്ടകോണമായിട്ടുള്ള 2 ചതുരശ്രങ്ങൾ വിപരീതമായിട്ട് ഘടിപ്പിച്ചാൽ വരുന്ന രീതിയിലുള്ള 8 കോണായിട്ടുള്ള ഹോമകുണ്ടം, അഷ്ടാശ്രം എന്നൊക്കെ പറയാം. സാമാന്യനെ ഇത്തരം കുണ്ടങ്ങൾ, ഇത് എന്തിനപ്പത് ഇത്രയും വൈവിധ്യമാർന്ന രൂപം എന്ന് ചിന്തിച്ചാല് മാധവജി പ്രത്യേകിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇത് ഓരോ ആധാരചക്രങ്ങളുടെയും പ്രതിനിധീകരിക്കുന്നതാണ്. ഇപ്പൊ വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങളിൽ ചെയ്യുന്നതായ താന്ത്രിക ഹോമങ്ങൾ, അതിന് വിവിധങ്ങളായ ഹോമകുണ്ടങ്ങൾ, അത് ഓരോ ആധാരചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. മൂലാധാരം നട്ടലിന്റെ താഴെയുള്ള ഭാഗത്ത് സൂക്ഷ്മതലത്തിലാട്ടോ, സ്ഥൂലദേഹം ഒന്ന് ഓപ്പറേറ്റ് ചെയ്താൽ ഈ മൂലാധാരം സ്വാധിഷ്ഠാനം ഒന്നും കാണാൻ പറ്റില്ല. മൂലാധാരം സ്വാധിഷ്ഠാനം അതിനുപരിയായിട്ട് വരുന്ന നാഭിയിൽ വരുന്നതാണ് മണിപൂരകം. ഹൃദയത്തിൽ വരുന്ന താന്ത്രിക ഹൃദയം, ഫിസിക്കൽ ഹാർട്ടല്ല. ഹൃദയസ്ഥാനത്ത് വരുന്നതായ അനാഹതം, കണ്ഠത്തിൽ വിശുദ്ധി, ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രം, അതിനുപരിയാണ് സഹസ്രാരം. മൂലാധാരം ചതുരശ്രമായിട്ടാണ് യോഗ ആചാര്യന്മാര് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. 4